9 വിദ്യാർത്ഥികളുടെ ദുരൂഹ മരണം 1959 ജനുവരി. റഷ്യയിലെ ഊറൽ മലനിരക്കുകളിൽ ഒരു സാഹസിക യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘം. അവർ എല്ലാവരും അനുഭവസമ്പന്നരായ ഹിക്കേഴ്സും സ്കീയേഴ്സും ആയിരുന്നു. ഈ സംഘത്തെ നയിച്ചിരുന്നത് ഒരു യുവ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ആ 9 അംഗ സംഘത്തിന്റെ ലക്ഷ്യം റഷ്യയിലെ ഒരു കഠിനമായ മലമാർഗം കടന്ന് ഒരു വലിയ യാത്ര പൂർത്തിയാക്കുക എന്നതായിരുന്നു. ഈ യാത്ര അവരുടെ ജീവിതത്തിലെ അവസാന യാത്രയായിരിക്കുമെന്ന് അവർ കരുതി കാണില്ല. 1959 ജനുവരി 23 സംഘം ട്രെയിനിൽ യാത്ര തുടങ്ങി. പിന്നീട് അവർ ബസ് മാർഗമായി. അവസാനം അവർ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അവിടെ നിന്നവർ സ്കീ ഉപയോഗിച്ച് മലമുകളിലേക്ക് യാത്ര തുടങ്ങി. അവരുടെ യാത്ര വളരെ പ്രയാസകരമായിരുന്നു. തമഞ്ഞും ശക്തമായ കാറ്റും -30 ഡിഗ്രി വരെയുള്ള തണുപ്പും അവരുടെ യാത്രയിൽ പ്രധാന തടസ്സങ്ങളായി മാറി. പക്ഷേ അവർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയി. 1959 ഫെബ്രുവരി 1 സംഘം ഒരു മലയുടെ ചുവട്ടിൽ ക്യാമ്പ് സ്ഥാപിച്ചു. അവിടെ അവർ ടെന്റ് കെട്ടി ഭക്ഷണം പാകം ചെയ്തു കഴിച്ചു. ഡയറിയിൽ അവിടെ എഴുതിയത്: ഇന്ന് കാറ്റ് വളരെ ശക്തമാണ്, പക്ഷെ നാളെ യാത്ര തുടരും. പക്ഷെ ആ രാത്രി എന്തോ ഭീകരമായത് സംഭവിച്ചു. അവർ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം തിരികെ വരേണ്ടതായിരുന്നു. പക്ഷേ അവർ തിരികെ വന്നില്ല. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം റഷ്യൻ അധികൃതർ റെസ്ക്യൂ ടീമിനെ അയച്ചു. അവർ കണ്ടെത്തിയത് വളരെ വിചിത്രമായ ഒരു ദൃശ്യമായിരുന്നു. റെസ്ക്യൂ ടീം സംഘത്തിന്റെ ടെന്റ് കണ്ടെത്തി. പക്ഷേ ഒരു വിചിത്ര കാര്യമുണ്ടായിരുന്നു. ടെന്റ് അകത്തുനിന്ന് കത്തി ഉപയോഗിച്ച് മുറിച്ചിരിക്കുന്നു. അതായത് അകത്ത് ടെന്റ് തുറക്കാതെ അകത്തുനിന്ന് കത്തി ഉപയോഗിച്ച് മുറിച്ച് പുറത്തേക്ക് ഓടിയിരിക്കുന്നു. പക്ഷെ എന്തിന്? ടെന്റിന് പുറത്തേക്ക് പോകുന്ന പാദമുദ്രകൾ കണ്ടെത്തി. പക്ഷേ അവയിൽ വിചിത്രമായ ഒരു കാര്യമുണ്ടായിരുന്നു. ചിലർ കാലുറയില്ലാതെയും മറ്റു ചിലർ ഒരു ഷൂ മാത്രം ധരിച്ചാണ് മഞ്ഞിൽ കൂടി നടന്നു പോയിരുന്നത്. -30 ഡിഗ്രി തണുപ്പിൽ അങ്ങനെ നടന്നു പോകുന്നത് ഏകദേശം മരണത്തിന് തുല്യമാണ്. അല്പം ദൂരത്ത് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. അവർ മരത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. അവർ തീ കൊളുത്തുവാൻ ശ്രമിച്ചിരുന്നതായി തെളിവുകൾ ഉണ്ടായി. പക്ഷേ അവർ തണുപ്പിൽ എങ്ങനെ മരിച്ചു? കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മറ്റു മൃതദേഹങ്ങളും കൂടി കണ്ടെത്തി. പക്ഷേ ചിലരുടെ ശരീരത്തിൽ വിചിത്രമായ പാടുകൾ ഉണ്ടായിരുന്നു. ഒരാളുടെ തലയോട്ടി തകർന്നിരുന്നു. മറ്റേയാളുടെ ഭക്ഷ്യസ്ഥലം തകർന്നിരുന്നു. പക്ഷേ പുറത്ത് വലിയ പരിക്കൊന്നും കണ്ടില്ല. ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അന്വേഷകർ പോലും ഞെട്ടി. അവളുടെ നാവ് ഉണ്ടായിരുന്നില്ല. ഇത് കേസിന്റെ തന്നെ ഗതി മാറ്റിമറിച്ചു. റഷ്യൻ സർക്കാർ അന്വേഷണം തുടങ്ങി. പക്ഷേ അന്വേഷണത്തിൽ വ്യക്തമായ കാരണം കണ്ടെത്താനായില്ല. അവസാനം റിപ്പോർട്ടിൽ പറഞ്ഞത് ഒരു അജ്ഞാത ശക്തി കാരണം ഈ ദുരന്തം സംഭവിച്ചു എന്നാണ്. ഈ കേസിനെ കുറിച്ച് നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഇതിനിടയിൽ സംഭവിച്ചതായിരിക്കാം, അതുമല്ലെങ്കിൽ സൈനിക പരീക്ഷണത്തിനിടയിൽ സംഭവിച്ചതായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നു കാട്ടുമൃഗങ്ങളുടെ ആക്രമണമായിരിക്കാം. ചിലർ ഇത് അദൃശ്യ ശക്തികൾ എന്നും പറയുന്നുണ്ട്. ഇന്നും 60 വർഷങ്ങൾക്ക് ശേഷം ഡൈറ്റിലോ പാസ് ഇൻസിഡന്റ് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററികളിൽ ഒന്നാണ്. ആ രാത്രി മലയിൽ എന്താണ് സംഭവിച്ചത്? അവർ എന്തുകൊണ്ട് ടെന്റ് മുറിച്ച് പുറത്തേക്ക് ഓടി? ഈ ചോദ്യങ്ങൾ ഇന്നും വ്യക്തമല്ല, ഉത്തരവുമില്ല.